നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. +2 ഫിസിക്സിലെ ഏതാനും മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. ഒപ്റ്റിക്സിലെ പ്രിസം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തിയറിയും പ്രോബ്ലംസും പറഞ്ഞു തരാം. കറന്റ് ഇലക്ട്രിസിറ്റിയിലെ പൊട്ടൻഷ്യോമീറ്ററിന്റെ ക്ലാസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ കൂടുതൽ നന്നായി മനസ്സിലാവും. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, റേഡിയോ ആക്ടിവിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നീ പാഠഭാഗങ്ങളിലെ ഏതാനും ചോദ്യോത്തരങ്ങളും പറഞ്ഞു തരാം. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാനാവും. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. ബെസ്റ്റ് വിഷസ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നീ 3 അധ്യായങ്ങളിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന അധ്യായത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണിത്. പരമാവധി 16 മാർക്ക് നേടാനാവുമെന്നത് ചെറിയ കാര്യമല്ല. പ്രിസത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ 100% ഉറപ്പാണ്. ABC എന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് ദി പ്രിസം ആണ്. PQ ഈസ് ദി ഇൻസിഡന്റ് റേ, QR ഈസ് ദി റിഫ്രാക്റ്റഡ് റേ ത്രൂ ദി പ്രിസം ആൻഡ് RS ഈസ് ദി എമർജന്റ് റേ. PQ, QR, RS. ആരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. I is the angle of incidence at the first phase AB. R1 is the angle of refraction at the first phase AB. AB എന്ന റിഫ്രാക്റ്റിംഗ് ഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1ഉം ശ്രദ്ധിക്കുക. AB എന്ന ഫേസിലെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ദി റേ Q ആണെങ്കിൽ QN എന്ന് കാണിച്ചിരിക്കുന്നതാണ് നോർമൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. PQ എന്ന ഇൻസിഡന്റ് റേ QN എന്ന നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് പറയുന്നത്. റിഫ്രാക്റ്റഡ് റേ QR കാണുന്നുണ്ടല്ലോ. റിഫ്രാക്റ്റഡ് റേ QNുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് AC പരിഗണിക്കാം. അവിടുത്തെ നോർമൽ ആണ് RN. റിഫ്രാക്റ്റഡ് റേ QR നമ്മുടെ നോർമൽ RNുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദി ഫേസ് AC. എമർജന്റ് റേ RS കണ്ടല്ലോ. എമർജന്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എമർജൻസ് E എന്ന് കാണിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്ത ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നമുക്കിന്ന് പരിശോധിക്കാനുള്ള ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് R1 + R2 = ആംഗിൾ A എന്ന് തെളിയിക്കാനാണ്. അതിനുവേണ്ടി ക്വാഡ്രിലാറ്ററൽ AQNR പരിഗണിക്കണം. ആംഗിൾ Q = ആംഗിൾ R = 90 ഡിഗ്രി. വ്യക്തമാണല്ലോ. എന്തുകൊണ്ടാണ്? നോർമൽസ് ആണ്. അതുപോലെ ആംഗിൾ A + ആംഗിൾ QNR = 180 ഡിഗ്രി. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് ട്രയാംഗിൾ QNR നോക്കാം. ട്രയാംഗിൾ QNRൽ R1 + R2 + ആംഗിൾ QNR = 180 ഡിഗ്രി. ഇതിനെ ഇക്വേഷൻ 2 ആയി കാണേണ്ടതാണ്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കമ്പയർ ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടും R1 + R2 = ആംഗിൾ A. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിന്റെ A പാർട്ട് ഷോ ദാറ്റ് R1 + R2 = A എന്നതാണ്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ചോദ്യം വായിക്കുന്നു. എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ വൺ സൈഡ് ഓഫ് എ പ്രിസം ABC whose refracting angle is capital A.
The angles of incidence and refraction at the face AB is I1 and R1, while at the second face AC is I2 and R2. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഡയഗ്രത്തില് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ ഫേസ് എ ബി ഐ എന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് എ ബി R1 എന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ഫേസ് എ സി R2 എന്നും ആംഗിൾ ഓഫ് എമർജൻസ് I2 പകരം സ്മോൾ ഇ എന്നുമാണ് എടുത്തിരുന്നത്. എങ്ങനെ എടുത്താലും കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. R1 പ്ലസ് R2 ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബി പാർട്ട് ചോദ്യം, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം? സി പാർട്ട്, ഇഫ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി എബോവ് പ്രിസം ഈസ് 1.5, ഫൈൻഡ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം. പിന്നെ പറഞ്ഞിരിക്കുന്നത് find the angle of incidence in order that emergent ray may just graze the other face. I2 equal to 90 degree. Take angle A equal to 60 degree. പിന്നെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് അവയും തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. എക്സ്പ്രഷൻ ഫോർ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം n equal to sin a plus d by 2 by sin a by 2. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡെറിവേഷൻ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ആ ഡെറിവേഷന്റെ തുടക്കത്തിൽ പ്രൂവ് ചെയ്യാനുള്ളതാണ് R1 പ്ലസ് R2 ഈക്വൽ ടു എ എന്നത്. നമ്മളത് വിശദമായി കണ്ടു കഴിഞ്ഞു. ഡയഗ്രം വരച്ച് ക്വാഡ്രിലാറ്ററൽ AQNR ഒക്കെ മാർക്ക് ചെയ്ത് രണ്ട് ഇക്വേഷൻസ് എടുത്ത് അവ കമ്പയർ ചെയ്തിട്ടാണ് R1 പ്ലസ് R2 ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അതാണ് എ പാർട്ട്. ബി പാർട്ടില് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്നാൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ നടക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അതായത് പ്രിസത്തിൽ നിന്നും എയറിലേക്ക് റിഫ്രാക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദി റെയറർ മീഡിയം ഈസ് 90 ഡിഗ്രി. എയറിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിസത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരികയാണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെയൊക്കെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് അവർ സെക്കൻഡ് പാർട്ട്. സി പാർട്ടില് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. n ഈക്വൽ ടു 1 ബൈ സൈൻ സി. n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ സി ഈക്വൽ ടു 1 ബൈ 1.5 ഓർ സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 ബൈ 1.5. വർക്കൗട്ട് ചെയ്യുമ്പോൾ 41 ഡിഗ്രി 49 മിനിറ്റ് എന്ന് കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഇസ് അവർ സി പാർട്ട്. ഇനി ഡി പാർട്ടില് ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് I2 90 ഡിഗ്രി ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R2 വാല്യൂവിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1 എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സോ നമ്മുടെ ഇക്വേഷൻ R1 പ്ലസ് R2 ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെങ്കിൽ R1 പ്ലസ് R2 ഈക്വൽ ടു എ എന്നത് എടുക്കാം. അതിൽ നിന്നും R1ന്റെ വാല്യൂ R1 ഈക്വൽ ടു 60 മൈനസ് R2 കിട്ടുന്നതായിരിക്കും. 60 മൈനസ് R2, R2ന്റെ വാല്യൂ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അത് 41 ഡിഗ്രി 49 മിനിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ R1 ഈക്വൽ ടു 60 മൈനസ് സി ഈക്വൽ ടു 18 ഡിഗ്രി 11 മിനിറ്റ്. നമുക്ക് സ്നെൽസ് ലോ അറിയാം. n ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. സോ 1.5 ഈക്വൽ ടു സൈൻ I1 ബൈ സൈൻ R1 എടുക്കാവുന്നതാണ്. സോ R1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോ I1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1.5 ഇൻറ്റു
സൈൻ 18 ഡിഗ്രി 11 മിനിറ്റ് ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.5 ഈക്വൽ ടു സൈൻ i1 ബൈ സൈൻ 18 ഡിഗ്രി 11 മിനിറ്റ്. സൈൻ ഐ ബൈ സൈൻ ആ അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് i1ന്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. i1ന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 27 ഡിഗ്രി 55 മിനിറ്റ് എന്നുള്ളത്. So that is the angle of incidence in order that the emergent ray may just graze the other side. Okay. So i1 വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഗ്രേസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും i2 90 ഡിഗ്രി ആണ്. അപ്പോഴുള്ള കറസ്പോണ്ടിങ് r2 വാല്യൂ നമുക്ക് അറിയാം, അത് കണ്ടുപിടിക്കും. അതിൽ നിന്നും i1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പ്രിസത്തിനെ സംബന്ധിച്ചുള്ള ഡെറിവേഷനും പ്രോബ്ലംസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെറിവേഷൻ പഠിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഡെറിവേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കടക്കട്ടെ. പൊട്ടൻഷ്യോമീറ്ററിന്റെ തിയറി മുൻപ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതറിയാമെങ്കിൽ മാത്രം പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാനാവും. അതുകൊണ്ട് ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിന് 5 ഭാഗങ്ങളുണ്ട്. ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ? പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ഡിസ്കസ് ചെയ്തതാണ്. ഇ പ്രൊപ്പോർഷണൽ ടു എൽ. എന്താണത്? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് directly proportional to the length of the wire between the 2 points. അതാണ് E proportional to L. ഗാലനോമീറ്റർ കറന്റ് IG 0 ആകുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത് മെഷർ ചെയ്തിട്ട് അത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ് പൊട്ടൻഷ്യോമീറ്ററിൽ അപ്ലൈ ചെയ്യുന്നത്. E proportional to L, that is the principle of a potentiometer. Second part, why is it preferred over a voltmeter? വോൾട്ട്മീറ്ററും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനുള്ള ഡിവൈസ് ആണ്. പൊട്ടൻഷ്യോമീറ്ററും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMF മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന് വോൾട്ട്മീറ്ററിനെ അപേക്ഷിച്ച് കൂടുതൽ ഗുണമുള്ളത് എന്താണ്? നമുക്കറിയാം, പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് നൺ ഡിഫ്ലക്ഷൻ മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ മെഷേഴ്സ് EMF വിത്തൌട്ട് ഡ്രോയിങ് കറന്റ് ഫ്രം ദി സെൽ. സർക്യൂട്ടിൽ നിന്നും കറന്റ് ഒന്നും അത് എടുക്കുന്നില്ല, നൺ ഡിഫ്ലക്ഷൻ മെത്തേഡാണ്. പക്ഷേ നമ്മുടെ വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ നിന്നും അത് കറന്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ആക്ച്വൽ EMF കുറവായിരിക്കും. EMFില് മെഷർമെന്റിൽ കുറവ് വരുന്നത് കൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താനാവുക ഏത് തന്നെയാണ്? പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ്. വോൾട്ട്മീറ്ററിനേക്കാളും പ്രിഫറബിൾ ആയിട്ടുള്ളത് പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ് ഫോർ ദി ആക്ച്വൽ മെഷർമെന്റ് ഓഫ് EMF ഓഫ് എ സെൽ. ഓക്കെ, ഇനി തേർഡ് പാർട്ട്, what is the resistance of 40 cm length of the potentiometer wire? Resistance per unit length നമുക്ക് കണ്ടുപിടിക്കാം. 10 ohm ആണ് 100 cm എന്നാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് 0.01 ohm per centimeter ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ 40 cm വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40 × 0.01 ohm per centimeter എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 4 ohm എന്നായിരിക്കും. ഓക്കെ, നാലാമത്തെ പാർട്ട് നോക്കാം. If a source of EMF 10 millivolt is balanced by a length of 40 cm of the potentiometer wire, find the value of the external resistance R. ഇതും വ്യക്തമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത തിയറി അറിഞ്ഞിരിക്കണം. നമ്മള്
സെക്കൻഡറിയിൽ ഒരു 10 മില്ലി വോൾട്ട് സോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ 10 മില്ലി വോൾട്ട് സോഴ്സ് കൊടുക്കുമ്പോഴേക്കും 40 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദി വയറിനാണ് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡറിയിൽ കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R എത്രയാണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിയറി അറിയാമെങ്കിൽ എളുപ്പം ചെയ്യാവുന്നതാണ്. കറണ്ട് I ഈക്വൽ ടു V ബൈ ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ V എന്നുള്ളത് പ്രൈമറിയിലെ സോഴ്സ് ഓഫ് EMF ആണ്. അത് 2 വോൾട്ട് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ഓം എന്ന് തന്നിട്ടുണ്ട്. സോ I ഈക്വൽ ടു 2 ബൈ ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r എന്നുള്ള ഇക്വേഷൻ I ഈക്വൽ ടു 2 ബൈ 10 പ്ലസ് ക്യാപിറ്റൽ R എന്ന് വരുന്നതായിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 40 സെന്റിമീറ്റർ വയറാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. 40 സെന്റിമീറ്റർ വയറിന്റെ V ഈക്വൽ ടു IR എന്നുള്ളതാണ്. I ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. 2 ബൈ 10 പ്ലസ് R എന്ന് കിട്ടിക്കഴിഞ്ഞു. അതിന് R എത്രയാണ്? 4 ഓം അല്ലേ? അങ്ങനെ വരുമ്പോഴേക്കും എത്രയായിരിക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 40 സെന്റിമീറ്റർ വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ബൈ 10 പ്ലസ് R. 2 ബൈ 10 പ്ലസ് R ഇൻറ്റു 4, അതാണ് 8 ബൈ 10 പ്ലസ് R എന്ന് കിട്ടുന്നത്. അതാണ് അത്രയും വോൾട്ട് ആയിരിക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 40 സെന്റിമീറ്റർ വയർ. ഓക്കെ, അത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 10 മില്ലി വോൾട്ട് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 10 മില്ലി വോൾട്ടിനാണ് ഈ 40 സെന്റിമീറ്റർ നീളത്തില് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആകുന്നത്. സോ വി ഹാവ് ദ ഇക്വേഷൻ 8 ബൈ 10 പ്ലസ് R ഈക്വൽ ടു 10 മില്ലി വോൾട്ട് ഓർ R ഈക്വൽ ടു, ആറിന് ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 790 ഓം എന്നായിരിക്കും. ഓക്കെ, ഇനിയൊരു അഞ്ചാമത്തെ പാർട്ടും കൂടിയുണ്ട്. വൈൽ പെർഫോമിംഗ് ആൻ എക്സ്പെരിമെന്റ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, വാട്ട് പ്രിക്കോഷൻസ് വൺ മസ്റ്റ് ഒബ്സർവ് ഇൻ ദ ലബോറട്ടറി. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മുടെ EMF കമ്പാരിസന് വേണ്ടിയിട്ട് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അതുപോലെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും ഉള്ളതാണെന്ന് അറിയാം. പ്രൈമറി സർക്യൂട്ട് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് പ്രൈമറി സർക്യൂട്ടിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. ഓക്കെ, പിന്നെ പ്രൈമറി സർക്യൂട്ടിന്റെ EMF എന്ന് പറയുന്നത് ഏത് സെല്ലിന്റെ EMF ആണോ സെക്കൻഡറിയിൽ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് അതിന്റെ EMF-നേക്കാളും കൂടുതലായിരിക്കണം. ദാറ്റ് ഈസ് the primary EMF should be greater than the EMF of the cell to be measured. Primary EMF secondary EMF-നേക്കാളും കൂടുതലായിരിക്കണം. So these are the two precautions. First one, primary circuit should not be changed during the measurement. പ്രൈമറിയിലൂടെയുള്ള കറണ്ട് ഒരു എക്സ്പെരിമെന്റ് റീഡിംഗ് എടുത്ത് തീരുന്നത് വരെ പ്രൈമറി കറണ്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. റിയോസ്റ്റാറ്റ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യിക്കാൻ പാടില്ല. അടുത്ത റീഡിംഗ് എടുക്കാൻ വേണ്ടി മാത്രമേ മറ്റൊരു കറണ്ടിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ പ്രൈമറി സർക്യൂട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പ്രൈമറി EMF എന്ന് പറയുന്നത് സെക്കൻഡറി EMF-നേക്കാളും കൂടുതലും ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നിന്നാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. The kinetic energy of photoelectrons emitted by a photosensitive surface depends on dash, while the intensity of incident radiation depends on dash. Photoelectronsന്റെ kinetic energy എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? It depends on the frequency of incident radiation. അടുത്ത ഭാഗം, the intensity of incident radiation depends on dash. Intensity of incident radiation depends on the number of photons. Okay? അടുത്ത ചോദ്യം,
1 coulomb charge is initially at rest and is accelerated through a potential difference of 1 volt. During this process, the kinetic energy acquired by the charge is. പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് kinetic energy acquired by the charge Q accelerated through a potential difference of V volt എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, E ഈക്വൽ ടു ക്യു വി. ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ചാർജ് Q 1 കൂളം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ്. സോ ദ എനർജി അക്വയർഡ് ബൈ ദി ചാർജ് ഈക്വൽ ടു 1 കൂളം ഇൻറ്റു 1 വോൾട്ട് ഈക്വൽ ടു 1 ജൂൾ. സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി എന്ന ടോപ്പിക്കിലെ ഹാഫ് ലൈഫ് പീരീഡിനെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ 1 hour 1/8 ഓഫ് ദി ഇനിഷ്യൽ മാസ് ഓഫ് എ സർട്ടൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് റിമെയിൻസ് അൺഡീക്കേഡ്. ദ ഹാഫ് ലൈഫ് ഓഫ് ദി ഐസോട്ടോപ്പ് ഈസ്. 1 മണിക്കൂർ കൊണ്ട് ആദ്യം ഉണ്ടായിരുന്നതിന്റെ 8/1 സാമ്പിൾ ആണ് അവശേഷിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലൈഫ് എത്രയാണ്? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 1 പകുതിയാകാൻ എടുക്കുന്ന സമയം. 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 3 ഹാഫ് ലൈഫുകളുണ്ട്. 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. ഇവിടെ നമുക്ക് 3 ഹാഫ് ലൈഫിനുള്ളത് 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ലൈഫ് എത്രയായിരിക്കും? 20 മിനിറ്റ് ആയിരിക്കും. എളുപ്പമല്ലേ പ്രോബ്ലം? സോ ദാറ്റ്സ് ഇറ്റ്. ആഫ്റ്റർ 1 hour 1/8 ഓഫ് ദി ഇനിഷ്യൽ മാസ് ഓഫ് എ സർട്ടൺ റേഡിയോആക്റ്റീവ് സാമ്പിൾ റിമെയിൻസ് അൺഡീക്കേഡ്. ദെൻ ദ ഹാഫ് ലൈഫ് ഓഫ് ദി ഐസോട്ടോപ്പ് ഈസ് 20 മിനിറ്റ്. ഓക്കെ, വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ് അടുത്ത ചോദ്യം. Sometimes when we switch off the electrical equipments, a spark is seen within the switch. This is explained on the basis of electromagnetic induction. What is self-induction? എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? സമയത്തിനനുസരിച്ച് കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്യൂട്ടില്, ഉദാഹരണത്തിന് കമ്പിച്ചുരുളില് പ്രേരിത വൈദ്യുതി രൂപപ്പെടുന്ന പ്രതിഭാസത്തിനാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അക്കാരണത്താലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴേക്കും ഒരു സ്പാർക്ക് കാണപ്പെടുന്നത്. ഗ്രോത്ത് ഓർ ഡീകേ ഓഫ് കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓർ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ബൈ വിച്ച് എ കോയിൽ opposes the growth or decay of current through it by producing an induced EMF. അപ്പോൾ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പ്രേരിത വൈദ്യുതി രൂപപ്പെടുന്നതാണ്. ആ പ്രേരിത വൈദ്യുതിയാണ് സ്പാർക്കായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ആണ്. കറന്റ് ഇൻ എ സർക്യൂട്ട് ഫാൾസ് ഫ്രം 5 ampere to 0 ampere in 0.1 second. If an average EMF of 200 volt is induced, determine the self-inductance of the circuit. Induced EMFന്റെ ഇക്വേഷൻ E equal to L into di by dt എന്നുള്ളതാണ്. അതിൽ നിന്നും സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലിന്റെ ഇക്വേഷൻ എഴുതാനാവുക L equal to E dt divided by di എന്നാണ്. dt ടൈമാണ്, di കറണ്ടിലുള്ള വ്യത്യാസമാണ്. dt നമുക്ക് തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ്. കറണ്ട് വ്യത്യാസപ്പെടുന്നത് 5 ആംപിയറിൽ നിന്നും 0 ആംപിയറിലേക്കാണ്. EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് 200 വോൾട്ട് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 4 ഹെൻറി. ഓക്കെ, സോ ഈ 2 കൊച്ചു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.